ദിലീപ് ശങ്കർ കടുത്ത മദ്യപാനിയായിരുന്നു. ഒരു കലം മോര് കുടിപ്പിച്ചാണ് അഭിനയിപ്പിക്കുന്നത്, സഹപ്രവർത്തകർ പറയുന്നു. നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടലിലാണ് ആരാധകർ. സീരിയൽ രംഗത്തെ സജീവമായിരുന്ന താരത്തെ തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സീരിയലിൽ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പവും കുടുംബത്തോടൊപ്പവും നിരവധി റീലുകളും വീഡിയോകളും നടൻ ദിലീപിന്റെ വിയോഗത്തെ പറ്റിയുള്ള സഹപ്രവർത്തകരുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ദിലീപ് ശങ്കർ അസാധ്യ കഴിവുള്ള നടനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയും നടിയുമായ സീമാജി നായർ പറയുന്നു. ദിലീപിന്റെ ശബ്ദവും ഭംഗിയുമെല്ലാം ഒരു നടനെ ആകർഷിക്കാവുന്നതാണെന്ന് പറഞ്ഞു നടി. കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞു. ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെയെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും പലതവണ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നതായും നടി പറയുന്നു. സുന്ദരി എന്ന സീരിയലിന്റെ ഭാഗമായി ദിലീപിനൊപ്പം ഏകദേശം 3 വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടും അദ്ദേഹം ജീവിതം ഗൗരവമായി എടുത്തില്ലെന്നും സീമാജി നായർ പറയുന്നു. ദിലീപിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹം കടുത്ത മദ്യപാനിയായിരുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ഒരു രക്ഷയുമില്ലാത്ത മദ്യപാനമായിരുന്നുവെന്ന് സഹപ്രവർത്തകരും പറയുന്നു. സുന്ദരി സീരിയലിന്റെ ചിത്രീകരണ സമയത്ത് അത്തരം ഒരു അനുഭവം ഉണ്ടായതായി സീമാജി നായർ പറയുന്നു. വിളിച്ചാൽ ദിലീപ് ഇപ്പോൾ എടുക്കാറില്ലെന്നും കൺട്രോളർമാരെ പറഞ്ഞുവിട്ട് ഒളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യപിച്ച് ഷൂട്ടിങ്ങിനെത്തിയ ദിലീപിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്താണ് മദ്യത്തിന്റെ ഗന്ധം കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുന്നതായും സഹപ്രവർത്തകർ പറഞ്ഞു. മിക്കവാറും സമയങ്ങളിലും ഒരു കലം മോരും തൈരും കുടിപ്പിച്ച ശേഷമാണ് ദിലീപിനെ അഭിനയിക്കാനായി കൊണ്ടു നിർത്തുന്നത്. ഇത് സീരിയൽ രംഗത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം രാത്രി ഫോൺ ചെയ്താൽ പലരും അറ്റൻഡ് ചെയ്യാറില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.